നമസ്കാരം. ആഹാരമാവട്ടെ ഔഷധം. യു ആർ വാട്ട് യു ഈറ്റ് എന്നാണല്ലോ പറയപ്പെടുന്നത്. നമ്മുടെ ആരോഗ്യത്തെ മാത്രമല്ല വ്യക്തിത്വത്തെയും നാം കഴിക്കുന്ന ഭക്ഷണം ബാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. നല്ല ആഹാരശീലങ്ങൾ ജീവിതശൈലി രോഗങ്ങളെയൊക്കെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കും. അമിതവണ്ണം, മുടി കൊഴിച്ചിൽ, ദഹനക്കുറവ് തുടങ്ങി ചെറുതെന്ന് നാം കരുതുന്ന പല ദൈനംദിന ആരോഗ്യ പ്രശ്നങ്ങൾ പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ആഹാരക്രമത്തിലൂടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു ആഹാരക്രമം അല്ലെ ഒരു നല്ല ആഹാരശീലങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമതായിട്ട് അമിതമായിട്ടുള്ള ആഹാരം ഒഴിവാക്കുക. ആഹാരത്തിൽ മിതത്വം പാലിക്കുക. പാതി വയർ മാത്രം ആഹാരം കഴിക്കുക. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്കും അമിതവണ്ണത്തിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണമാകുന്നുണ്ട്. രണ്ടാമതായിട്ട് വിശക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കഴിച്ച് ആഹാരം ദഹിച്ചതിന് ശേഷം മാത്രം അടുത്ത ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതിനൊരു 5 മുതൽ 6 മണിക്കൂർ വരെ എടുക്കും ഒരു പ്രാവശ്യം കഴിച്ച ഭക്ഷണം ദഹിക്കാനായിട്ട്. അടുത്തതായിട്ട് ഈ പാകം ചെയ്ത ഭക്ഷണം അപ്പോൾ തന്നെ ചെറു ചൂടോടെ കഴിക്കുക. ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് നല്ലതല്ല. അടുത്തത് സാവധാനം ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക. ഈ ധൃതി പിടിച്ചൊക്കെ കഴിക്കുന്ന ദഹന പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകും. കൂടാതെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ TV, മൊബൈലൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ രാവിലത്തെ ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കുക. ഇത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് പ്രധാനമാണ്. അടുത്തതായിട്ട് ഈ ഡിന്നർ, നമ്മൾ രാത്രി കഴിക്കുന്ന അത്താഴം ലഘുവായിട്ട് കഴിക്കുക. അതും കുറച്ച് നേരത്തെ 7 മണിക്ക് മുമ്പെങ്കിലും കഴിക്കുക. ഇത് ഹൃദയാഘാതം, അമിതവണ്ണം പോലെയുള്ള പല പ്രശ്നങ്ങളെയും പ്രതിരോധിക്കാം. അടുത്തതായിട്ട് പ്രധാന ഭക്ഷണത്തിൽ ഇടയ്ക്ക് വെള്ളം കുടിക്കരുത്. ദിവസവും കുറഞ്ഞത് ഒരു 8 ഗ്ലാസ് ശുദ്ധജലമെങ്കിലും കുടിക്കുക. രാവിലെ എണീക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. കൂടാതെ കരിക്കും വെള്ളം, നാരങ്ങ വെള്ളം, അതുപോലെ തണ്ണിമത്തൻ ജ്യൂസ്, കുമ്പളങ്ങ ജ്യൂസ് ഒക്കെ കുടിക്കുന്നത് നല്ലതാണ്. ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുമ്പും ശേഷവും വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തായിട്ട് ആഹാരം ഒരിക്കലും മുടക്കാതിരിക്കുക. നമ്മളുടെ ഈ ഡെയിലിയുള്ള തിരക്ക് മൂലം പലപ്പോഴും ആഹാരം മുടക്കുന്നവരാണ് നമ്മളിൽ പലരും. ഇത് കുറേ കാലം കഴിയുമ്പോൾ പല വിധത്തിലുള്ള ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും. 3 നേരത്തെ ഭക്ഷണം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു 5 നേരമായിട്ട് കഴിക്കുന്നതിലൊന്നും തെറ്റില്ല. കൂടാതെ മാസത്തിലൊരിക്കൽ ഉപവാസം അനുഷ്ഠിക്കുന്നതും ആരോഗ്യത്തിനും ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനൊക്കെ നല്ലതാണ്. ജീവിതശൈലിയിലെ പരമപ്രധാനമായ ആഹാര കാര്യങ്ങളിൽ ഈ പറഞ്ഞവയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് രോഗങ്ങളെ അകറ്റി നിർത്താനായിട്ട് സാധിക്കും.